നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥ മേഘ മധുസൂദനൻ തീവണ്ടി തട്ടി മരിച്ച സംഭവത്തിലെ ആരോപണ വിധേയനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു. ഇയാൾക്കെതിരെ മേഘയുടെ അച്ഛൻ ഉയർത്തിയ ആരോപണങ്ങൾ IB പരിശോധിക്കുകയാണ്. സാമ്പത്തിക അപഹരണം ആരോപിക്കപ്പെട്ടതോടെയാണ് ഇത്. മേഘയുടെ ശമ്പളം സുകാന്ത് സുരേഷ് വാങ്ങും, അതിനുശേഷം കുറച്ച് ചെലവിനായി നൽകും. ഇതായിരുന്നു രീതിയെന്നാണ് ആരോപണം. സഹപ്രവർത്തകന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ രംഗത്ത് വന്നു കഴിഞ്ഞു. മേഘയ്ക്കൊപ്പം രാജസ്ഥാനിൽ ജോധ്പൂരിൽ IBയുടെ ട്രെയിനിങ്ങിനായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് സുകാന്ത് സുരേഷ്. സുകാന്ത് IBയിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്നും മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ. ശനിയാഴ്ചയായിരുന്നു മേഘയുടെ മരണാനന്തര ചടങ്ങുകൾ. ഇനി നീതി തേടി ഇറങ്ങാനാണ് അച്ഛന്റെ തീരുമാനം. മേഘയുടെ ശമ്പളം മുഴുവൻ 8 മാസമായി മലപ്പുറം എടപ്പാൾ വട്ടംകുളം സ്വദേശിയായ സുകാന്ത് സുരേഷ് തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് അച്ഛൻ മധുസൂദനന്റെ ആരോപണം. ഇക്കാര്യം കാണിച്ച അദ്ദേഹം IB ADGP പേട്ട പോലീസ് സ്റ്റേഷൻ, കൂടൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകി. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടത്. വിമാനത്താവളത്തിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ ശേഷമാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടത്. ദുരൂഹതകൾ പുറത്ത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെ കാണുമെന്നും ബന്ധുക്കൾ പറഞ്ഞിട്ടുണ്ട്. മേഘയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളമെല്ലാം സുകാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് കുടുംബം അറിയുന്നത്. 50,000 രൂപയോളം ശമ്പളം ഉണ്ടായിരുന്ന മേഘയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് 861 രൂപ മാത്രം. UPI അക്കൗണ്ട് വഴി 3 ലക്ഷത്തോളം രൂപയാണ് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതിൽ ഹോസ്റ്റൽ ഫീസിനും മറ്റു ചെലവുകൾക്കുമായി 1.5 ലക്ഷത്തോളം രൂപ മേഘയുടെ അക്കൗണ്ടിലേക്ക് സുകാന്ത് തിരിച്ചിട്ടതായും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് IBക്ക് നൽകിയിട്ടുണ്ട്. ഇത് IB പരിശോധിക്കും. അതിനുശേഷം നടപടികളിലേക്ക് കടക്കും. മകളുടെ മരണത്തിനു കാരണം സുഹൃത്തുമായുള്ള സൗഹൃദം തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് IB ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം. മേഘയെ അങ്ങേയറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് സുകാന്ത് സുരേഷ്. മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയത്. എന്നാൽ സുകാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കുന്നു. ട്രെയിനിങ് കഴിഞ്ഞതു മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുകാന്ത് കൈക്കലാക്കുകയായിരുന്നു. മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞു. ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണമൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും പിതാവ് മധുസൂദനൻ പറയുന്നു. മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് സുകാന്ത് സുരേഷുമായാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മകൾക്ക് സുകാന്ത് സുരേഷിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ഇതാവാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നും കുടുംബം പറയുന്നു. സുകാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിയിലേക്ക് പോയി. സുകാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നു. എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു. കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നുണ്ട്. ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകൾ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 28-ന് കിട്ടിയ ശമ്പളം അടക്കം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാ മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ട്. മകൾക്ക് സുകാന്തിനോട് ഇഷ്ടമുണ്ടായിരുന്നതായി മനസ്സിലാക്കിയിരുന്നതായി അച്ഛൻ പറഞ്ഞു. അതിൻ പ്രകാരം സുകാന്തിന്റെ വീട്ടുകാരോട് ഇവിടേക്ക് വരാനും മകളോട് പറഞ്ഞിരുന്നു. എന്നാൽ സിവിൽ സർവീസ് എടുക്കണമെന്നും അച്ഛന് അസുഖമാണെന്നും പറഞ്ഞ് സുകാന്ത് അത് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. മകൾ വീട്ടിൽ വരുമ്പോൾ വണ്ടിക്കൂലി ഉൾപ്പെടെ നൽകാറുണ്ടായിരുന്നു. ആവശ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ തിരുവനന്തപുരത്ത് ചെന്ന് അവ വാങ്ങി നൽകിയിരുന്നുവെന്നും അച്ഛൻ പറഞ്ഞു. ജോലി സംബന്ധമായ പരിശീലന കാലത്താണ് ഇയാളുമായി മേഘ പരിചയത്തിലാകുന്നത്. ഇയാളുമായി ഇഷ്ടത്തിലായിരുന്നുവെന്ന് മകൾ വീട്ടിൽ പറഞ്ഞിരുന്നു. മകൾക്ക് വാങ്ങി നൽകിയ കാർ എറണാകുളം ടോൾ കടന്നതായി സന്ദേശം ലഭിച്ചതിന് പിന്നാലെ കാർ മോഷണം പോയതാണെന്ന ധാരണയിൽ മകളെ വിളിച്ചപ്പോഴാണ് മലപ്പുറം സ്വദേശിക്കൊപ്പം എറണാകുളത്താണ് മേഘയുള്ളതെന്ന് വ്യക്തമായത്. ഇതിന് പിന്നാലെയാണ് ഇയാളുമായി പ്രണയത്തിലാണെന്ന് മകൾ ഭാര്യയോട് പറഞ്ഞതെന്നും മധുസൂദനൻ വിശദമാക്കുന്നു. നന്ദി.